ഞങ്ങളിത് എല്ലാവരും കൂടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. ഒരു 10-11 മണിക്കാട്ടോ ഞങ്ങളെല്ലാവരും കൂടെ പോയത്. നമ്മൾ കുമാരി ചേച്ചിയും സുന്ദരേട്ടനും അഖിലക്കുട്ടിയും എല്ലാവരും ഉണ്ട് കേട്ടോ. മുന്തേട്ടനും ഞാനും മക്കളും എല്ലാവരും കൂടെ ആട്ടോ പോണത്. നമ്മുടെ KSRTCയിലാട്ടോ പോയതും. നമ്മളിതേ പോകുന്ന വഴിക്ക് നമ്മുടെ കുതിരാൻ തുരങ്കം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ പോകാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ കുറേ നേരം ഇങ്ങനെ ഇരുട്ടാവുമ്പോൾ എനിക്കൊരുമാതിരി വെപ്രാളാണ് കേട്ടോ. പിന്നെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഇല്ലാത്തത് എന്ത് തൃശ്ശൂരുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല കായലും കടലും അതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഭഗവതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഉച്ച ആയതുകൊണ്ട് നട തുറന്നിട്ടില്ല കേട്ടോ. 4 മണിക്ക് നട തുറക്കുള്ളൂ. അപ്പം ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട്, പിന്നെ ആൽമരമൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങളിതേ അമ്പലത്തിന് ഇങ്ങനെ നടന്നു വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ല ആൽമരം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അമ്പലക്കുളം അടച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതേ വെളിയിൽ നിന്ന് ഇങ്ങനെ നോക്കിയെന്നല്ലാതെ ഉള്ളിലോട്ടൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതേ നമ്മൾ ഒരു ആൽമരച്ചോട്ടിൽ കുറേ നേരം പോയി ഇരുന്നു കേട്ടോ. നല്ല കാറ്റ്. എല്ലാവരും ഈ ആൽമരച്ചോട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. നേരത്തെ വന്നവരൊക്കെ അല്ലാതെ അവിടെ ഉള്ളവരൊക്കെ അവിടെ ഇങ്ങനെ ആൽമരത്തിൽ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഇത് പണ്ടൊക്കെ ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ തൂങ്ങുന്നൊരു ഓർമ്മ ഉണ്ട് കേട്ടോ. കൊടുങ്ങല്ലൂരല്ല, വേറെ അമ്പലങ്ങളിൽ. പക്ഷെ ഇതിലിപ്പോൾ എനിക്ക് തൂങ്ങാൻ പറ്റില്ല കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ആൽമരത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഈ 72 കിലോ എങ്ങനെ തൂങ്ങാനാ? പിന്നെ ഈ ഒരു അച്ഛൻ പഴയ അമ്പലത്തിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ കുറേ നേരം ഇരുന്ന് കേട്ടെ. മീനഭരണ സമയത്തൊന്നും ഇവിടെ കാല് കുത്താൻ ഇടണ്ടാവില്ല കേട്ടോ. അറിയാമല്ലോ എല്ലാവർക്കും, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫോണിലൊക്കെ വൈറലാണല്ലോ മീനഭരണി. ആ സമയത്തൊന്നും ഇങ്ങോട്ട് അത്രയും പോകാൻ പറ്റില്ല കേട്ടോ, കാരണം അത്ര അധികം തിരക്കായിരിക്കേ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വന്നാൽ നമുക്ക് സമാധാനത്തിൽ തൊഴുതിയിട്ട് പോട്ടെ. ഇപ്രാവശ്യം അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം തൊഴാൻ കയറിയതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ലാതെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേവിയുടെ പ്രധാന വഴിപാടാണ് കേട്ടോ, വെടി വഴിപാട്. അപ്പോൾ ഞങ്ങൾ അതും കഴിപ്പിച്ചിട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ മീശമാധവനിലെ ഒരു ഡയലോഗില്ലേ, കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, ചെറിയ വെടിനാല് വലിയ വെടിനാല് എന്ന് പറഞ്ഞിട്ട്. അതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ, സീ യു. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയിട്ടോ.